ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചീരത്തോരനാണ്. ഈ പച്ചച്ചീരേൻ്റെ 2 കെട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ക്രഷ്ഡ് മുളക്, അതായത് നമ്മുടെ വറ്റൽ മുളക് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ ഞാൻ മൂടി തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടെ സിമ്മിലിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് നല്ലോണം തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ആ വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ബൗൾ തേങ്ങയാണ്. ഈ ചീര തോരന് തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല മുളക് നല്ലോണം ഇട്ടത് കൊണ്ട് നല്ല എരിവും ആ തേങ്ങയും കൂടെ എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.